മക്കളെ, ഇന്ന് നമുക്ക് ഇച്ചു ഓർ ബിനിയ എന്ന കഹാനി പഠിക്കാം. ശശി സബ്ലോഗാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഇച്ചു എന്നും ബിനിയ എന്നും പറഞ്ഞ രണ്ട് കുട്ടികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. ഇച്ചു യേ ചിംട്ടിയാ മിഠായി കൈസേ ടൂണ്ട് ലേത്തി ഹേ. ബിനിയ ചോദിക്കുകയാണ്, ഇച്ചു യേ ചിംട്ടിയാം, ഈ ഉറുമ്പുകൾ, ചിംട്ടി പറഞ്ഞ ഉറുമ്പ്, യേ ചിംട്ടിയാം, ഈ ഉറുമ്പുകൾ, മിഠായി, മിഠായി പറഞ്ഞ മധുര പലഹാരം എന്നുള്ള അർത്ഥമാണ്. മിഠായി കൈസേ ടൂണ്ട് ലേത്തി ഹേ, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, കണ്ടെത്തുന്നത് എന്നുള്ള അർത്ഥം. ടൂണ്ടിന് പറഞ്ഞാൽ അന്വേഷിക്കുക, കണ്ടെത്തുക, കണ്ടെത്തി, ലേത്തിഹെ കൊണ്ടുവരുന്നത്. ഈ ഉറുമ്പുകളൊക്കെ, മധുര പലഹാരങ്ങളൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ കണ്ടെത്തി കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കാൻ. घूमते घूमते अगर कोई चिमटी मिठाई के पास पहुंच जाए तो सबको बता देती है. घूमते घूमते, घूमന പറഞ്ഞാൽ കറങ്ങ, ചുറ്റിക്കറങ്ങ, ചുറ്റിക്കറങ്ങുമ്പോൾ, ഉറുമ്പുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കൂലേ, അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത്, അഗർ ഒരു പക്ഷേ, കോയി ചീംട്ടി ഏതെങ്കിലും ഉറുമ്പ്, മിഠായി കെ പാസ് മധുര പലഹാരത്തിൻ്റെ അടുത്ത്, മിഠായിയുടെ അടുത്ത്, പഹൂഞ്ച് ജായത്തോ എത്തുകയാണെങ്കിൽ, പഹൂഞ്ച് പറഞ്ഞാൽ എത്തുക, എത്തിച്ചേരുക, പഹൂഞ്ച് ജായത്തോ എത്തിച്ചേരുകയാണെങ്കിൽ, സബുക്കോ ബദാ ദേത്തി ഹേ, സബുക്കോ എല്ലാവരോടും, ബദാ ദേത്തി ഹേ, ബദാന പറഞ്ഞാൽ പറയുക, എല്ലാവരോടും പറയുന്നു. ഒരു മധുരപലഹാരത്തിൻ്റെ അടുത്ത് ഒരു ഉറുമ്പ് എത്തിയാൽ അത് എല്ലാവരോടും പറയും, ഇവിടെ മധുരപലഹാരം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരോടും പറയും. वो अकेले दौड़े ही गा सकती है. वो अकेले അതിന്, അകേലെ ഒറ്റയ്ക്ക്, ദോടേഹി അല്പം മാത്രം, ഗാ സക്തിഹെ കഴിക്കാൻ സാധിക്കുന്നുള്ളൂ. അതായത് ഒരു ഉറുമ്പിന് അല്പം മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ. ഉറുമ്പ് എത്ര കഴിക്കുക, ഉറുമ്പ് ചെറിയ ജീവിയാണ്, അപ്പം അതിന് വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു മധുരപലഹാരം മുഴുവൻ ഒരു ഉറുമ്പിന് കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന് വളരെ കുറച്ച് മാത്രമേ ഒരു ഉറുമ്പിന് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. സബ് മിൽക്കർ ഗാത്തി ഹേ, അപ്പം എന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുന്നു. സബ് മിൽക്കർ എല്ലാവരും കൂടി ചേർന്ന്, ഗാത്തി ഹേ കഴിക്കുന്നു. മിൽക്കർ ഗർ ബനാത്തി ഹേ, അതുപോലെ തന്നെ അവർ ഒന്നിച്ച് ചേർന്നിട്ട്, മിൽക്കർ ഒന്നിച്ച് ചേർന്ന്, ഗർ ബനാത്തി ഹേ വീട് നിർമ്മിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ച് ചേർന്നിട്ട്, അതുപോലെ തന്നെ അവർ ഒന്നിച്ച് ചേർന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വീട് നിർമ്മിക്കുന്നത്. മിൽക്കർ രഹത്തി ഹേ, മിൽക്കർ അവർ ഒന്നിച്ച്, രഹത്തി ഹേ താമസിക്കുന്നു, അവർ ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് വീടുകൾ പണിയുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരുമിച്ചാണ്. തബ് തോ മുജ്കോ ബി ചിംട്ടി ബനിനി ഹേ, ബിനിയ ബോലി. അപ്പോൾ ബിനിയ പറയാണ്, ബിനിയ ബോലി, ബിനിയ പറഞ്ഞു. എന്താ ബിനിയ പറഞ്ഞത്, എല്ലാവരും ഒന്നിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ ബിനിയയ്ക്ക് വളരെയധികം കൗതുകമായില്ലേ. അപ്പോൾ ബിനിയ പറയാണ്, തബ് തോ മുജ്കോ ബി ചിംട്ടി ബനിനി ഹേ, തബ് തോ അപ്പോൾ, മുജ്കോ ബി എനിക്കും, ചിംട്ടി ബനിനി ഹേ ഉറുമ്പാകണം. അപ്പം എന്താ ബിനിയ പറയുന്നത്, എങ്കിൽ എനിക്കും ഉറുമ്പ് ആകണം, എനിക്കിതുപോലെ എല്ലാവരുടെയും കൂടെ ചേർന്ന് ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് വീടുകൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരുമിച്ചിട്ട് താമസിക്കണം, അതൊക്കെ ബിനിയയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ബിനിയ പറയാണ്, എനിക്കും അങ്ങനെയാണെങ്കിൽ എനിക്കും എന്താവണം, ഉറുമ്പ് ആകണം. ഇച്ചു തുജ്കോ ക്യാ ബനനാ ഹേ, അപ്പോൾ ബിനിയ ചോദിക്കുകയാണ് ഇച്ചുവിനോട്, ഇച്ചു തുജ്കോ ക്യാ ബന്നാ ഹേ, നിനക്കാരാവണം. ഇവിടെ ബിനിയയ്ക്ക് ഉറുമ്പാവണം എന്ന് പറഞ്ഞു അല്ലേ. ഉറുമ്പുകൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ബിനിയ പറയാണ്, എനിക്ക് ഉറുമ്പാകണം എന്ന് ബിനിയ പറയുന്നു. അപ്പോൾ ഇച്ചുവിനോട് ചോദിക്കുകയാണ്, ഇച്ചു തുജ്കോ ക്യാ ബന്നാ ഹേ, നിനക്ക് ആരാണ് ആവേണ്ടത്, നിനക്ക് ആരാവണം, നിനക്ക് ആരാവാനാണ് ഇഷ്ടം എന്ന് ചോദിക്കാൻ. അച്ഛാ ലഗ്താ ഹേ മേം തോ ബൈൻസ് ബനൂങ്കാ, മുജ്കോ പാനിമേം, ഈ ഒരു വരി നമ്മൾ പറയാൻ വിട്ടുപോയി കേട്ടോ. മുജ്കോ പാനിമേ മസേ സേ പടാ രഹ്ന അച്ഛാ ലഗ്താ ഹേ, എനിക്ക്
പാനീമേ വെള്ളത്തിൽ, മുജ്കോ പറഞ്ഞ എനിക്ക്, പാനീമേ വെള്ളത്തിൽ, മസേസെ സന്തോഷത്തോടെ, പടാരഹ്ന അതായത് സന്തോഷത്തോടെ വെള്ളത്തിൽ കളിക്കാം. എനിക്ക് വെള്ളത്തിൽ കിടന്ന് ആസ്വദിക്കാൻ, വെള്ളത്തിൽ കിടന്നിങ്ങനെ കളിച്ച് ആസ്വദിക്കുക, വെള്ളത്തിൽ കിടന്ന് ആസ്വദിക്കാൻ എനിക്ക് അച്ഛാ ലഗ്താ ഹേ, എനിക്ക് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയുക ആഹ്ലാദിച്ച് കളിക്കാൻ, വെള്ളത്തിൽ കിടന്നിങ്ങനെ ആസ്വദിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു ആ കാര്യം. അച്ഛാ ലഗ്താ ഹേ, എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാണ്. എനിക്കത് നല്ലതായിട്ട് തോന്നുന്നു, എനിക്ക് വളരെ ഇഷ്ടമാണ്. മേം തോ ബൈംസ് ബനൂക, അതുകൊണ്ട് ഞാൻ ആരാകും? ബൈംസ് ബനൂക, ഞാനൊരു എരുമയാകും. എരുമ എപ്പോഴും എവിടെ ഉണ്ടാവും? വെള്ളത്തിലുണ്ടാവൂലേ. വെള്ളത്തിൽ കിടക്കാൻ എരുമയ്ക്ക് ഇഷ്ടമാണ്, വെള്ളത്തിലിങ്ങനെ കിടക്കും, കുറേ സമയം വെള്ളത്തിലിങ്ങനെ കിടക്കും. അപ്പം അതുപോലെ എരുമയെ പോലെ എനിക്ക് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം, വെള്ളത്തിൽ കിടന്നിങ്ങനെ സന്തോഷത്തോടെ വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എരുമയാണാകുന്നത് എന്ന് ആര് പറയാണ്? ഇച്ചു പറയുന്നു. തുജ്കോ ദൂത് അച്ഛാ ലഗ്താ ഹേ നാ ബിനിയ, അപ്പോൾ ഇച്ചു ചോദിക്കുകയാണ് ബിനിയയോട്, തുജ്കോ നിനക്ക്, ദൂത് അച്ഛാ ലഗ്താ ഹേ നിനക്ക് പാല് ഇഷ്ടമല്ലേ, നിനക്ക് പാല് ഇഷ്ടമല്ലേ ബിനിയ. തോ തൂ ദൂത് പീനയാനാ, എങ്കിൽ തൂ നീ ദൂത് പീനെ പാല് കുടിക്കാൻ വരണം. അതായത് ഇച്ചു ഇനി ആരാണാകാൻ പോകുന്നത്? എരുമയാകാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? ബിനിയയോട് പറയാണ്, നിനക്ക് പാല് ഇഷ്ടമല്ലേ, അതുകൊണ്ട് നീ എന്തിനു വരണം? പാല് കുടിക്കാൻ വരണം. ഇനി മുതൽ ഇച്ചു എരുമയാണ്, അപ്പൊ എരുമപ്പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നീ വരണം എന്ന് ബിനിയയോട് പറയാണ്. പർ തബ് തോ മേം ചീട്ടി ഹോങ്കി, അപ്പൊ എന്താ ബിനിയ പറയുന്നത്? പർ തബ് തോ പക്ഷേ അപ്പോഴേക്കും, മേം ഞാൻ, ചീംട്ടി ഹോങ്കി ഞാൻ ഉറുമ്പാകും. അതേ പറഞ്ഞതാണ് ബിനിയ, അവൾ അതിന് ഉറുമ്പാവാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞതാണല്ലേ. അപ്പൊ പറയാണ്, നീ എരുമയാകുമ്പോഴത്തേക്ക് ഞാൻ ആരായിട്ടുണ്ടാകും? ഞാൻ ഉറുമ്പായിട്ടുണ്ടാകും. മേൻ ദൂത് കൈസേ ബി സക്തി ഹോം, പിന്നെ ഞാൻ എങ്ങനെയാണ് പാല് കുടിക്കുന്നത്? എനിക്ക് എങ്ങനെ പാല് കുടിക്കാൻ കഴിയും? ഞാൻ ഉറുമ്പായി മാറിയില്ലേ, പിന്നെ എനിക്ക് എങ്ങനെ പാല് കുടിക്കാൻ കഴിയും? മേം ഞാൻ, ദൂത് പാല്, കൈസേ എങ്ങനെ, പീന കുടിക്കുക, പീ സക്തിഹും കുടിക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെ പാല് കുടിക്കാൻ സാധിക്കും? ബിനിയ പറഞ്ഞു. അച്ഛാ തോ ബൈംസ് ചോട് മേ ഗന്ന ബെഞ്ചാത്താഹും, അത് ശരിയാണ്. തോ എങ്കിൽ, ബൈംസ് ചോട് ഞാൻ എരുമയാകാം എന്ന കാര്യം ഞാൻ ഉപേക്ഷിച്ചു. ബൈംസ് ചോട് ഞാൻ അത് ഉപേക്ഷിച്ചു, എനിക്ക് എരുമയാവണ്ട. ബൈംസ് ചോട്, ബൈംസ് ഞാൻ ഉപേക്ഷിച്ചു. മേം ഗന്ന ബെഞ്ചാത്താഹും, ഞാൻ ആരാണ് ഇനി ആകാൻ പോകുന്നത്? മേ ഗന്ന ഞാൻ കരിമ്പാകാൻ പോകുന്നു. ഗന്ന ബെഞ്ചാത്താഹും ഞാൻ കരിമ്പ് ആകാൻ പോകുന്നു എന്ന് പറയാണ് ഇച്ചു സോച്ച്തേ ഹുയേ പോലെ, ഇച്ചു ചിന്തിച്ചു കൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം ഉറുമ്പുകൾ എന്ത് കഴിക്കും? കരിമ്പ് കഴിക്കൂലേ. അപ്പോൾ ഇച്ചു പറയാണ്, ഞാൻ എന്നാ ഇനി ആരാകാൻ പോകുന്നത്? ഞാൻ കരിമ്പാണ് ആകാൻ പോകുന്നത്. അപ്പോൾ ബിനിയ ഉറുമ്പാണല്ലോ, അപ്പോൾ ബിനിയായ ഉറുമ്പിന് എന്ത് ചെയ്യാൻ പറ്റും? കരിമ്പ് കഴിക്കാൻ പറ്റൂലേ. അപ്പോൾ പറയാണ്, ഞാൻ ഇനി കരിമ്പാണ് ആകാൻ പോകുന്നത് എന്ന് വളരെ ചിന്തിച്ചുകൊണ്ട് പറയാണ്. തബ് തൂ രസ് പീനെ ആന, അപ്പോൾ നീ, തബ് അപ്പോൾ, തൂ നീ, രസ് ജ്യൂസ്, പീനെ കുടിക്കാൻ വരണം, ആന വരണം. ഞാനിനി കരിമ്പാകാൻ പോവാണ്, അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ അതിൻ്റെ ജ്യൂസ് കുടിക്കാൻ വരണം. നീ എറുമ്പാണല്ലോ, അപ്പം നീ അതിൻ്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരണം. നെഹി ഇല്ല, മേ അകേലെ നെഹി ഞാൻ ഒറ്റയ്ക്കല്ല. ഹം ബഹുത്ത് സാരി ചിംട്ടിയാം ആയേഗി, ഇല്ല ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ബിനിയ ഉറുമ്പായി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കല്ല അല്ലേ, അവരെല്ലാവരും ഉണ്ട്, ഒരു സംഘമാണ്, ഞങ്ങൾ കൂട്ടത്തോടെയാണ് എല്ലാ കാര്യത്തിനും പോവുക. അപ്പോൾ അവൾ പറയാണ്, ഹം ബഹുത്ത് സാരി ചിംട്ടിയാം ആയെങ്കിൽ, ഞങ്ങൾ വളരെയധികം കൂടുതൽ ഉറുമ്പുകൾ വരും. ഞങ്ങൾ ബഹുത്ത് സാരി വളരെ കൂടുതൽ, ചിംട്ടിയാം ഉറുമ്പുകൾ ആയെങ്കിൽ വരും, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ അങ്ങോട്ട് വരും. എന്തിന്? ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ, കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ബിനിയ പറഞ്ഞു. അരേ നെഹി ഗുദ്ഗുദി ഹോഗി, വേണ്ട, എന്താണ്? എനിക്ക് ഗുദ്ഗുദി ഹോഗി, എനിക്ക് ഇക്കിളിയാകും എന്ന് പറയാണ് ആര്? ഇച്ചു പറയാണ്, വേണ്ട, ഒരുപാട് ഉറുമ്പുകളൊന്നും വരണ്ട, എനിക്ക് ഇക്കിളിയാകും. തോ ഗന്ന ഹോഗ, ഗുദ്ഗുദി പറഞ്ഞാൽ ഇക്കിളിയാവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തോ ഗന്ന ഹോഗ, അപ്പൊ അവളെന്താ പറയുന്നത്?
തൂ തോ ഗന്ന ഹോക, നീ അപ്പോഴേക്കും ആരായിട്ടുണ്ട്? കരിമ്പായിട്ടുണ്ട് അല്ലേ? തൂ തോ നീ, എങ്കിൽ നീ അപ്പൊ ആരായിട്ടുണ്ട്? ഗന്ന ഹോക, കരിമ്പായിട്ടുണ്ട്. ഗുദ്ഗുദി നഹി ഹോഗി, നിനക്ക് ഇക്കിളി ഉണ്ടാവുകയില്ല. നീ കരിമ്പായി മാറി, പിന്നെ നിനക്ക് എങ്ങനെയാണ് ഇക്കിളി ഉണ്ടാവുക? നിനക്ക് ഇക്കിളി ഉണ്ടാവുകയില്ല. അരേ ഗുദ്ഗുദി ഹി നഹി ഹോഗി, ഗുദ്ഗുദി ഉണ്ടാവുകയില്ല അല്ലേ? യേ ബി കോയി ബാത്ത് ഹുയി, ये भी कोई बात हुई, मुझे नहीं बनना गन्ना बनना. ഞാൻ പറയാണ്, യേ ബി കോയി ബാത്ത് ഹുയി, ഇതൊരു കാര്യമാണോ? ഇതിപ്പോ ഒരു വലിയ കാര്യമാണോ? മുജേ നെഹിയും ബന്ന ഗന്ന വന്ന, എനിക്ക് ഗന്നയും ബന്നയൊന്നും ആവണ്ട, എനിക്ക് ഒരു എന്താ പറയാ കരിമ്പൊന്നും ആവണ്ട. മുജേ നെഹി ബന്നന, എനിക്ക് നെഹി ബന്ന ആവണ്ട, എന്ത് ഗന്ന, എനിക്ക് കരിമ്പൊന്നും ആവണ്ട. മേം തോ ചീംടി ഹി ബൻ ജാത്താഹും, ഞാനും ആരാകാൻ പോകുന്നു? ഞാനും ഒരു ഉറുമ്പായി മാറും. മേം തോ ഞാനും, ചീംടി ഹി ബൻ ജാത്താഹും ഉറുമ്പ് തന്നെയായി മാറുന്നു, ഞാനും ഒരു ഉറുമ്പ് തന്നെയായി മാറുകയാണ് എന്ന് പറയുന്നു. ദോനോം സാത്ത് സാത്ത് രഹേങ്കെ, ചീനി വീനി ഗാത്തെ രഹേങ്കെ, ഗൂമേങ്കെ ഫിരേങ്കെ. ദോനോം സാത്ത് സാത്ത് രഹേങ്കെ, ദോനോം രണ്ടുപേരും, ആരാണ്? ബിനിയയും ഇച്ചുവും, രണ്ടുപേരും സാത്ത് സാത്ത് രഹേങ്കെ ഒന്നിച്ച് താമസിക്കും. സാത്ത് സാത്ത് പറഞ്ഞാൽ ഒരുമിച്ച്, ഒരുമിച്ച് രഹേങ്കെ താമസിക്കും. ചീനി വീനി ഗാത്തെ രഹേങ്കെ, ഞങ്ങള് ചീനി പറഞ്ഞാൽ പഞ്ചസാര, പഞ്ചസാരയും വീനി എന്ന് പറഞ്ഞാൽ വീഞ്ഞ്, പഞ്ചസാരയും വീഞ്ഞും ഗാത്തെ രഹേങ്കെ കഴിച്ചു കൊണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഞ്ചസാരയും വീഞ്ഞൊക്കെ കഴിക്കും. ഗൂമേങ്കെ ഫിരേങ്കെ, ഞങ്ങൾ ചുറ്റിക്കറങ്ങും, രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചുറ്റിക്കറങ്ങും. നെഹി നെഹിം അപ്പൻ തോ ബിനിയ ഇച്ചു ഹി ബൻകർ രഹേങ്കെ, വേണ്ട വേണ്ട, ഞാൻ ബിനിയ ഇച്ചു ആയി തന്നെ തുടരും. നെഹി നെഹി അപ്പൻ തോ ബിനിയ ഇച്ചു ഹി ബൻകർ രഹേങ്കെ, വേണ്ട വേണ്ട, ഞങ്ങളെ അവരെങ്ങനെയാവും എന്നാ പറയുന്നത്? ബിനിയയും ഇച്ചുമായിട്ട് തന്നെ തുടരും. കബി കബി ദോടി ദർക്കോ, ഇടയ്ക്കിടയ്ക്ക് അല്പസമയത്തേക്ക് ഉറുമ്പ്, അതുപോലെ തന്നെ കരിമ്പ്, എരുമ, പന്നി, സുവർ പറഞ്ഞ പന്നി, പന്നി ബെഞ്ചായ കരേങ്കെ, എരുമയോ പന്നിയോ ആയി മാറും. കബി കബി ഇടയ്ക്ക് എന്തൊക്കെയായി മാറും? അല്പസമയത്തേക്ക് ഉറുമ്പോ അല്ലെങ്കിൽ കരിമ്പോ എരുമയോ പന്നിയോ ഒക്കെ ആയി മാറും. ചീംട്ടി ഗന്ന ബൈംസ് സുവർ ബിനിയ ഇച്ചു സബ് ബരാബർ. അപ്പൊ എന്താ പറയണത്? അതെ, ഉറുമ്പ്, കരിമ്പ്, എരുമ, പന്നി, ബിനിയ, ഇച്ചു എല്ലാം തുല്യം, എല്ലാം തുല്യം. ബരാബർ പറഞ്ഞ തുല്യം. ബിനിയാബി സോർ സെ ബോലി, ബിനിയയും ഉറക്കെ സംസാരിച്ചു. ബിനിയാബി സോർ സെ ബോലി, ബിനിയ ഉറക്കെ സംസാരിച്ചു. മനസ്സിലായല്ലോ? രണ്ട് കുട്ടികള് കുറച്ച് സമയത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മാറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഉറുമ്പാകാൻ ഒരാൾ തീരുമാനിച്ചു, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഒരാൾ എന്താവാൻ തീരുമാനിച്ചു? ബൈംസ് ആവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഒരാൾ ബൈംസ് ആയി കഴിഞ്ഞാൽ രണ്ടു പേർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റൂല അല്ലേ? ബൈംസ് എരുമ, അതിന് പാലുണ്ടാവും, പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പിന് പറ്റൂല. അപ്പോൾ ഉറുമ്പിന് പറ്റുന്നത് കരിമ്പ് കഴിക്കാൻ പറ്റും, അപ്പോൾ കരിമ്പ് ആവാം എന്ന് കരുതും. അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അവസാനം അവരെന്ത് തീരുമാനിച്ചു? ബിനിയയും ഇച്ചുവും ബിനിയയും ഇച്ചുമായിട്ട് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇടയ്ക്കൊക്കെ അവർക്ക് കരിമ്പ്, അതുപോലെ തന്നെ ഉറുമ്പ്, പന്നി, എരുമ അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ അങ്ങനെ കളിയിൽ ഇങ്ങനെ മാറാമെന്നും അവർ തീരുമാനിച്ചു. ഓക്കെ, അത്രയാണ് നമ്മുടെ ഇച്ചു ഓർ ബിനിയ എന്ന കഹാനി ഉള്ളത്. വളരെ മനോഹരമായ ഒരു കഹാനിയാണിത്. ക്ലാസ് ഫുള്ളായിട്ട് കാണണം.
അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.